ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നിന്ന് നോക്കാൻ പോകുന്നത് ഫോഴ്സ്ഡ് റെസ്പോൺസ് അല്ലെങ്കിൽ സീറോ സ്റ്റേറ്റ് റെസ്പോൺസ്. ഫോഴ്സ്ഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻപുട്ട് ഉണ്ടായിരിക്കും, അവിടെ ഇനീഷ്യൽ കണ്ടീഷൻ ആയിരിക്കും അവിടെ സീറോ എന്ന് പറയുന്നത്. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ദ റെസ്പോൺസ് ഓഫ് എ സിസ്റ്റം ഫോർ എനി ഇൻപുട്ട് എക്സ് ഓഫ് എൻ വെൻ ദ ഇനീഷ്യൽ കണ്ടീഷൻസ് ആർ സീറോ. അപ്പോൾ ഫോഴ്സ്ഡ് റെസ്പോൺസ് ആയിരിക്കുമ്പോൾ നമ്മൾ അവിടെ രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത് സൊല്യൂഷനിൽ. അതായത് ഒന്ന് ഹോമോജീനസ് സൊല്യൂഷനും ആൻഡ് സെക്കൻഡ് വൺ ഈസ് പർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പോൾ അത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫോഴ്സ്ഡ് റെസ്പോൺസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതാണ് അവിടെ എഴുതിയിട്ടുള്ളത് YH(n) അതാണ് ഹോമോജീനസ് സൊല്യൂഷൻ പ്ലസ് YP(n). YP(n) എന്ന് പറയുന്നത് പർട്ടിക്കുലർ സൊല്യൂഷൻ. സോ ഈ പർട്ടിക്കുലർ സൊല്യൂഷൻ ഉള്ളോ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് 1 പ്ലസ് സിഗ്മ K is equal to 1 to capital N AK YP(n minus K) that is equal to sigma K is equal to 0 to ഇവിടെ N ആയിരുന്നു, അതിന് പകരം ഇവിടെ M, ക്യാപിറ്റൽ M BK X(n minus K). അതായത് നമുക്കിവിടെ ഇൻപുട്ട് ഉണ്ട്. നമ്മൾ നേരത്തെ ഹോമോജീനസ് സൊല്യൂഷൻ പഠിച്ചപ്പോൾ അവിടെ ഇൻപുട്ട് 0 ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, ഇൻപുട്ട് ഉണ്ടായിരിക്കും. അതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു കേസിൽ നമുക്കവിടെ പർട്ടിക്കുലർ സൊല്യൂഷനും കൂടി നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടി വരും. ഇനി നമുക്ക് എങ്ങനെയാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് എങ്ങനെയാണോ നമുക്ക് തന്നിട്ടുള്ള ഇൻപുട്ട് അതനുസരിച്ചിട്ട് വേണം നമ്മൾ ജനറൽ സൊല്യൂഷൻ ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ഇൻപുട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഇതേ ഫോമിലായിരിക്കും നമുക്ക് തരുന്ന ഇൻപുട്ട് വരാം. അപ്പോൾ അതനുസരിച്ചുള്ള പർട്ടിക്കുലർ സൊല്യൂഷനാണ് നമുക്ക് ഈ സെക്കൻഡ് കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. സോ അവിടെ സ്റ്റെപ്പ് ഇൻപുട്ട് ആണെങ്കിൽ അവിടെ ഇൻപുട്ട് A ആണെങ്കിൽ അവിടെ നമ്മൾ ജനറൽ സൊല്യൂഷൻ കൊടുക്കേണ്ടത് ഇവിടെ K എന്നാണ്. ഇനി AM(n) ആണെങ്കിൽ നമ്മളവിടെ എന്ത് ചെയ്യണം, അവിടുത്തെ ജനറൽ സൊല്യൂഷൻ വരുന്നത് K into M(n) ആണ്. ഇനി A(n)(m) ആണെങ്കിൽ ഈ A എന്ന് പറയുന്നത് ആർബിട്രറി കോൺസ്റ്റന്റ് ആണ്. നമ്മളിവിടെ എന്തായിരിക്കും കൊടുക്കുക, K0. ഈ N ആണ് നമുക്ക് ഇവിടെ വരുന്നത് ആൻഡ് M പവർ ആയിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ n(m) പ്ലസ് നെക്സ്റ്റ് ടേം K1 n(m-1) പ്ലസ് എക്സിട്ര ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് Km അവിടെ വരും. ഇനി അഥവാ A(n) n(m) ആണെങ്കിൽ അവിടെ നമ്മൾ ഈ A(n) ആർബിട്രറി കോൺസ്റ്റന്റ് ആണല്ലോ A എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അത് കോമൺ ആയിട്ട് എടുത്തു. എന്നിട്ട് നമുക്ക് ഇതേ സൊല്യൂഷനാണ് ഇവിടെ വരാം. K0 n(m) പ്ലസ് K1 n(m-1) പ്ലസ് എക്സിട്ര അപ് ടു K. ഇനി നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ഇൻപുട്ടായിട്ട് കോസിൻ്റെയോ സൈൻ്റെയോ ടേം വന്നു കഴിഞ്ഞാൽ, അതായത് A cos ωn അല്ലെങ്കിൽ A sin ωn ആണെങ്കിൽ, അപ്പോൾ ഇത് രണ്ടും വന്നു കഴിഞ്ഞാലും അവിടെ ജനറൽ സൊല്യൂഷൻ സെയിം ആണ്, C1 cos ωn പ്ലസ് C2 sin ωn. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ള ഇൻപുട്ട് അനുസരിച്ച് നമ്മൾ എടുക്കേണ്ട ജനറൽ സൊല്യൂഷൻ. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ ഫോഴ്സ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം y(n minus 1.5 y(n-1) plus 0.5 y(n-2) is equal to x of n for an input x of n is equal to 2 raised to n u of n. നമുക്കവിടെ തന്നിട്ടുള്ളത്. നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഹോമോജീനസ് സൊല്യൂഷൻ അവിടെ കണ്ടുപിടിക്കണം. ഹോമോജീനസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ എന്ത് ചെയ്യണം, YH(n) എന്ന് പറയുന്നത് λ(n) നമ്മളിവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളവിടെ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഹോമോജീനസ് സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത്. Y(n) എന്ന് പറയുമ്പോൾ അവിടെ λ(n) കൊടുത്തു, മൈനസ് ഇവിടെ 1.5 y(n-1) ആണ്, അത് 1.5 λ(n-1) പ്ലസ് ഇവിടെ 0.5 ആണ്. സോ 0.5 n-2 ആണ് വരുന്നത് ഇവിടെ. അപ്പോൾ ഇവിടെ λ(n-2) ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഹോമോജീനസ് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മളവിടെ ഇത് 0 ആയിട്ടാണ് അവിടെ ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു വന്നിട്ട് ഇത് λ(n-2) ഉണ്ടല്ലോ, അതിന് നമ്മളവിടെ കോമൺ ആയിട്ട് എടുക്കാം. നമുക്കിവിടെ എന്ത് വരും, ഇവിടെ λ(n) ആണ് വരുന്നത്. സോ ഇവിടെ λ². ഇനി ഇവിടെ λ(n-1) ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ -1.5 λ പ്ലസ് ഇവിടെ നമ്മൾ ഇത് കോമൺ ആയിട്ട് എടുത്ത് അതിൻ്റെ ഇവിടെ പ്ലസ് 0.5 = 0. ഇതാണ് ഇനി അടുത്ത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് λ² - 1.5 λ പ്ലസ് 0.5 = 0 എന്ന് പറയുന്നതാണ്. നമ്മൾ ഇതിൻ്റെ ഇത് ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാൽക്കുലേറ്റർ സോൾവ് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ λ1 വാല്യൂ 1 കിട്ടും, λ2 വാല്യൂ 0.5 കിട്ടും. സോ ഇതാണ് ഹോമോജീനസ് സൊല്യൂഷൻ നമുക്കിവിടെ വരുന്നത്. C1 1 raised to n പ്ലസ് C2 0.5 raised to n എന്നുള്ളതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഇൻപുട്ടിൻ്റെ ഫോം നോക്കാം. x of n is equal to 2 raised to n u of n ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് സ്റ്റെപ്പ് ഇൻപുട്ടിലാണ് വരുന്നത്. ഇത് കോൺസ്റ്റന്റ് ഇൻറ്റു സ്റ്റെപ്പ് ഇൻപുട്ട് 2 raised to n എന്ന് പറയുമ്പോൾ, അപ്പോൾ അവിടെ A ഇൻറ്റു സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ എടുത്ത പർട്ടിക്കുലർ സൊല്യൂഷൻ നമ്മൾ ആ ടേബിളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് K എന്നാണ് അവിടെ കൊടുക്കേണ്ടത്.
അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് 2 യു ഓഫ് എൻ ആയതുകൊണ്ട് നമുക്ക് എടുക്കേണ്ട ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് വൈ പി ഓഫ് എൻ കെ ഇൻറ്റു ഈ ഇൻപുട്ട്, അതായത് 2 യു ഓഫ് എൻ ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ഈ വൈ ഓഫ് എന്നിലേക്ക് ഈ വൈ പി ഓഫ് എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോവാണ്. സോ അവിടെ നമുക്ക് വൈ ഓഫ് എൻ പകരം എന്ത് എഴുതാം, കെ ഇൻറ്റു 2 യു ഓഫ് എൻ എന്ന് എഴുതാം. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, കെ ഇൻറ്റു 2 യു ഓഫ് എൻ മൈനസ് 1.5 ഇൻറ്റു ഇവിടെ വൈ ഓഫ് എൻ മൈനസ് 1 ആണ്. അപ്പോൾ ഇതിലിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എൻ ഉള്ളിടത്ത് n മൈനസ് 1 ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് 2 n - 1 വരും, അതുപോലെ യു ഓഫ് n - 1 വരും. അതാണ് ഇവിടെ അടുത്ത് എഴുതിയിട്ടുള്ളത്, കെ ഇൻറ്റു 2 n - 1 യു ഓഫ് n - 1 പ്ലസ് 0.5 ഇവിടെ വൈ ഓഫ് n - 2 ആണ്. അപ്പോൾ n ഉള്ളിടത്ത് n - 2 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ 2 n - 2 യു ഓഫ് n - 2 എന്ന് നമുക്ക് അവിടെ വരും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഇൻപുട്ട് എന്തായിരുന്നു, 2 യു ഓഫ് n ആണല്ലോ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പം എന്നെ നമ്മൾ വാല്യൂ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ടേമുകളും വാനിഷ് ആയിട്ട് പോകാൻ പാടില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്കിവിടെ ഏറ്റവും ചെറിയ പവർ വരുന്നത് 2 n - 2 ആണ് നമുക്കിവിടെ വരുന്നത്, അല്ലേ? അപ്പം ഇനി നമുക്ക് 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് അവിടെ എന്താണ് ഈ ഓരോ ടേംസുകളും വാനിഷ് ആവാണ്ട് നമുക്കവിടെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യണം, എന്നിനെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് ഇവിടെ പുട്ട് n ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ക്വസ്റ്റനിൽ കെ ഇൻറ്റു 2 ഇവിടെ എന്നിനെ 2 ഇട്ട് കൊടുക്കുമ്പോൾ 2 സ്ക്വയറായി. യു ഓഫ് എൻ്റെ വാല്യൂ പിന്നെ 1 ആണ് വരുന്നത്, മൈനസ് 1.5 കെ ഇൻറ്റു 2 ഓഫ് n - 1. അപ്പം n 2 എടുക്കുമ്പോൾ എന്ത് വരും, 2 - 1 1 അല്ലേ, അപ്പോൾ 2 എന്ന് വരും. ഇനി ഇവിടെ യു ഓഫ് ഇവിടെ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ യു ഓഫ് 1 വരും, അല്ലേ? അപ്പോൾ അവിടെ സ്റ്റെപ്പ് ഇൻപുട്ട് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ 1 ആണ്. സോ നമുക്ക് അവിടെ അങ്ങനെ കിട്ടി, 1.5 കെ ഇൻറ്റു 2 എന്ന് കിട്ടി. പ്ലസ് ഇവിടെ വരുമ്പോൾ 0.5 കെ ഇൻറ്റു ഇവിടെ 2 ആയിരിക്കും വരാം. അപ്പോൾ അവിടെ 0 എടുക്കുമ്പോൾ എന്ത് വരാം, 1 ആണ് വരുന്നത്. ഇസ് ഈക്വൽ ടു ഇതിൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ n 2 ഇട്ട് കൊടുക്കുമ്പോൾ 2 സ്ക്വയർ വരും. ആൻഡ് സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇവിടെ സ്റ്റെപ്പ് ഇൻപുട്ട് ആയതുകൊണ്ട് ടേമുകളൊക്കെ വാനിഷ് ആവാണ്ട് വരുള്ളൂ. ഇനി നമ്മളിത് എക്സ്പാൻഡ് ചെയ്യാം. 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണല്ലോ. സോ 4k മൈനസ് 3k പ്ലസ് 0.5k എന്ന് വരും. അത് 2 1 ആണല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനെയാണ് വരാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് വരും. സോ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 1.5 k ഈസ് ഈക്വൽ ടു 4. സോ ഇവിടെ കെ ഇസ് ഈക്വൽ ടു 4/1.5. അപ്പോൾ നമ്മളിത് ഫ്രാക്ഷനായിട്ട് എഴുതുമ്പോൾ 8/3 ഇവിടെ കിട്ടി. അപ്പോൾ ഈ പർട്ടിക്കുലർ സൊല്യൂഷന് നമ്മൾ എടുത്തിരുന്നത് എന്തായിരുന്നു, കെ ഇൻറ്റു 2 യു ഓഫ് എൻ അല്ലേ? അപ്പോൾ അതിൽ ഈ കെ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇനി ആ കെ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷൻ വൈ പി ഓഫ് എൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ കെ 2 യു ഓഫ് എൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ കെയുടെ വാല്യൂ നമ്മളിവിടെ 8/3 കണ്ടുപിടിച്ചിരുന്നു. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 8/3 2 യു ഓഫ് എൻ എന്ന് കിട്ടി. സോ അവിടെ ഫോഴ്സ്ഡ് റെസ്പോൺസ് വൈ എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഹോമോജീനിയസ് സൊല്യൂഷൻ ഉണ്ട്, അതുപോലെ പർട്ടിക്കുലർ സൊല്യൂഷൻ ഉണ്ട്. ഹോമോജീനിയസ് സൊല്യൂഷൻ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് C1 1/n പ്ലസ് C2 0.5/n എന്നാണ്. ആൻഡ് പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് ഇത്. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 8/3 2 യു ഓഫ് എൻ നമുക്ക് അവിടെ കിട്ടി. അപ്പോൾ ഇതാണ് അവിടെ ടോട്ടൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനി നമ്മളവിടെ ഈ വൈ എഫ് ഓഫ് 0 ഉണ്ടല്ലോ, നമ്മൾ n ഈസ് ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുക, അതുപോലെ n ഈസ് ഈക്വൽ ടു 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ വൈ എഫ് ഓഫ് 0 അത് നമ്മൾ വൈ ഓഫ് 0 എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. അപ്പോൾ അവിടെ n 0 എടുക്കുമ്പോൾ എന്ത് വരും, 1/0 എന്ന് പറയുന്നത് 1 തന്നെയാണ്. ഇവിടെ 0.5/0 എന്ന് പറയുന്നതും 1 ആവും, അതുപോലെ 2/0 എന്ന് പറയുന്നതും 1 ആവും. അപ്പോൾ ഇവിടെ C1 പ്ലസ് C2 0.5/0 പ്ലസ് 8/3 2/0 നമ്മളവിടെ എഴുതി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, C1 പ്ലസ് C2 പ്ലസ് 8/3. ഇതാണ് വൈ ഓഫ് 0 എന്ന് പറയുന്നത്. ഇനി എന്നിനെ 1 ഇട്ട് കൊടുക്കുക. 1 ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ വൈ എഫ് ഓഫ് 1 അത് നമ്മൾ വിളിക്കുന്നത് വൈ ഓഫ് 1 എന്നാണ്. വൈ ഓഫ് 1 ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ C1 പ്ലസ് 0.5 C2 പ്ലസ് 8/3 ഇൻറ്റു 2 എന്ന് വരും. നമ്മൾ ഇവിടെ 2/1 എന്ന് പറയുമ്പോൾ 2 ആണല്ലോ. അപ്പോൾ അത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും, C1 പ്ലസ് 0.5 C2 പ്ലസ് 16/3 നമുക്ക് അവിടെ കിട്ടി. അപ്പോൾ നമുക്ക് ഇതിവിടെ C1 C2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ C1 C2 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താണ് വൈ ഓഫ് 0 ആൻഡ് വൈ ഓഫ് 1ൻ്റെ വാല്യൂ നമുക്ക് അവിടെ അറിയണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ക്വസ്റ്റ്യൻ എടുക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത് എങ്ങനെയാണ്, വൈ ഓഫ് n മൈനസ് 1.5 വൈ ഓഫ് n മൈനസ് 1 പ്ലസ് 0.5 വൈ ഓഫ് n മൈനസ് 2 ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് n എന്നാണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ n ഈസ് ഈക്വൽ ടു 0 ഇട്ട് കൊടുത്താൽ നമുക്കിവിടെ വൈ ഓഫ് 0 കിട്ടും. വൈ ഓഫ് 0ൻ്റെ വാല്യൂ നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അത്. അപ്പോൾ അവിടെ 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്തൊരു വൈ ഓഫ് 0 മൈനസ് 1.5 വൈ ഓഫ് ഇവിടെ 0 - 1 എന്ന് പറയുന്നത് -1 അല്ല, അപ്പോൾ വൈ ഓഫ് -1 പ്ലസ് 0.5 വൈ ഓഫ് ഇവിടെ -2 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് 0. വൈ ഓഫ് 0 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വൈ ഓഫ് -1ഉം വൈ ഓഫ് -2 എന്ന് പറയുന്നത് 0 ആണ്. അവിടെ
y of 0 minus 0 plus 0.5 into 0 is equal to ഇൻപുട്ട് എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് എന്തായിരുന്നു 2 raised to n u of n ആണ്. അപ്പോൾ അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതായത് എന്നിന് 0 കൊടുക്കുക, അപ്പോൾ 2 raised to 0 എന്ന് വരും. 2 raised to 0 എന്നത് 1 ആണ്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും 0 ആയ പോയ സ്ഥിതിക്ക് y of 0 is equal to അവിടെ 1 കിട്ടും നമുക്ക്. ഇനി നമ്മളത് y of 1 കൂടി നമുക്ക് ഇനി കണ്ടുപിടിക്കണം. അതിന് വേണ്ടി നമ്മളവിടെ n is equal to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി n is equal to 1 ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ y of 1 minus 1.5 y of ഇവിടെ 1 minus 1 എന്ന് പറയുമ്പോൾ 0 ആണ്. അപ്പോൾ y of 0 plus 0.5 y of ഇവിടെ n minus 2 എന്ന് പറയുമ്പോൾ 1 minus 2 എന്ന് പറയുന്നത് minus 1 ആണ്. അപ്പോൾ y of minus 1 that is equal to x of 1 വരും. y of 1 നമ്മൾ അതുപോലെ എഴുതി minus 1.5. y of 0 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 1 ആണ് നമുക്കവിടെ കിട്ടിയത്. സോ ആ 1 ഇട്ട് കൊടുത്തപ്പോൾ ഇവിടെ 1.5 into 1 1.5 ആണ്. അങ്ങനെ അവിടെ y of 1 minus 1.5. ഈ y of minus 1 0 ആണ്. x of 1 എന്ന് പറയുന്നത് 2 raised to 1 2 എന്ന് പറയുന്നത് 2 കിട്ടി നമുക്ക്. നമ്മൾ നേരത്തെ നമുക്ക് തന്നിട്ടുണ്ട് ഇൻപുട്ട് 2 raised to n u of n ആണ്. അതിലേക്ക് നമ്മൾ n-നെ 1 ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ 2 raised to 1 കിട്ടിയത് അങ്ങനെയാണ്. അപ്പോൾ നമ്മളിവിടെ 1.5 പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ y of 1 is equal to 2 plus 1.5 and that is equal to 3.5 എന്ന് നമുക്ക് അവിടെ കിട്ടി. ഇവിടെ നമുക്ക് y of 0യും കിട്ടി, y of 1ഉം കിട്ടി. ഇനി അത് നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഈ രണ്ട് ഇക്വേഷനിലേക്ക്. ഇവിടെ y of 0യിലേക്കും y of 1ലേക്ക് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ y of 0 1ഉം y of 1 3.5 നമുക്കവിടെ കിട്ടി. ഇനി നമ്മളവിടെ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷനിലോ c1 plus c2 plus 8/3 = y of 0 ആണ് നമ്മൾ എഴുതിയത്. അപ്പോൾ y of 0ന് പകരം 1 ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? c1 plus c2 is equal to 8/3 ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ 1 minus 8/3 that is equal to minus 5/3 എന്നവിടെ കിട്ടും. പിന്നെ അതുപോലെ c1 plus 0.5 c2 plus 16/3 is equal to y of 1 എന്നാണ് എഴുതിയത്. y of 1 നമ്മളവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ y of 1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 3.5ന് നമുക്ക് അവിടെ 7/2 എന്നവിടെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ അവിടെ 7/2 നമ്മളവിടെ കൊടുത്തു. അവിടെ c1 plus 0.5 c2 is equal to 7/2 minus 16/3 എന്ന് പറയുന്നത് minus 11/6 എന്ന് കിട്ടി. സോ c1 plus c2 minus 5/3ഉം c1 plus 0.5 c2 minus 11.6ഉം. ഇത് നമുക്ക് ലീനിയർ ഇക്വേഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, 2 വേരിയബിളിലാണ്. അപ്പോൾ അത് നമ്മളത് സോൾവ് ചെയ്യുക. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ c1 is equal to minus 2ഉം കിട്ടും, അതുപോലെ c2 is equal to minus 1/3 നമുക്കവിടെ കിട്ടി. സോ yf of n എന്ന് പറയുന്നത് c1 1 raised to n plus c2 0.5 raised to n plus 8/3 2 raised to n u of n ആയിരുന്നു. അപ്പോൾ അതിൽ c1 minus 2ഉം കിട്ടി, c2 1/3 കിട്ടി. നമ്മൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ സൊല്യൂഷൻ ഇൻ ടേംസ് ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് നമ്മൾ എഴുതണം. അപ്പോൾ അവിടെ എന്ത് വരും? yf of n is equal to -2 c1നെ പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 raised to n എന്ന് പറയുന്നത് 1 ആണ്. സോ അവിടെ -2 u of n പ്ലസ് 1/3 0.5 raised to n u of n പ്ലസ് 8/3 2 raised to n u of n നമുക്കവിടെ കിട്ടി. ഇതാണ് അവിടെ റെസ്പോൺസ് എന്ന് പറയുന്നത്, ഫോഴ്സ് റെസ്പോൺസ്. ഇതിൽ ആദ്യത്തെ 2 ടേം എന്ന് പറയുന്നത് ഹോമോജീനിയസും ആൻഡ് തേർഡ് വൺ ആണ് അവിടെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്.